എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓണവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നു. നമ്മൾ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് സേമിയ പായസം കൂടി ഉണ്ടാക്കണം. ഇവിടെ ഒരു സേമിയ കുതിയനുണ്ട്, അപ്പൊ കുറച്ച് സേമിയ പായസം കൂടി ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും കാണണ്ടേ? നോക്കിയാലോ. നമ്മുടെ സാമ്പാറുണ്ട്, അവിയലുണ്ട്, ബീട്രൂട്ട് പച്ചടിയുണ്ട്, പുളിയിഞ്ചിയുണ്ട്, ക്യാബേജ് തോരനുണ്ട്, കുറുക്കുകാളനുണ്ട്, അച്ചിങ്ങ, നമ്മുടെ പച്ചക്കായും കൂടി മെഴുക്ക് വരട്ടി ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം അച്ചാറ്, അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ, വടുവമ്പുള്ളിയുടെ അച്ചാറ്. പിന്നെ നമ്മുടെ ചിപ്സും ഉണ്ട്, നമ്മുടെ ശർക്കര വരട്ടി ഉണ്ട്, പിന്നെ പപ്പടം പഴം പായസം. ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ ആകെ 4 പേരേ ഉള്ളൂ. അപ്പോ ഈ 4 പേർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഒരു കുഞ്ഞു സദ്യയാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഫേവറേറ്റ് സദ്യ വിഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം പുളിയിഞ്ചിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമുക്കിനി പായസം ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാട്ടോ. എന്നിട്ട് വേണം നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കണം, ഇല വെട്ടാൻ പോണം. അച്ചൂസിന് ചെറിയ ഒരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവനെ കിടത്തി ഉറക്കി. ആള് ഭയങ്കര ചിത്താന്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവനെ കിടത്തി ഉറക്കി. പിന്നെ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് സദ്യ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു സ്ഥലത്ത് പോവാനുണ്ട്. അപ്പൊ അവിടെ പോകണം. അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതാ അപ്പൂസും ഉണ്ട് കൂടെ കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ പായസക്കുതിയൻ ഒരു അപ്പൂസാണ് കേട്ടോ. അപ്പൂന് ഇതിൽ ഏതാടാ ഏറ്റവും ഇഷ്ടമുള്ള സാധനം? അപ്പൂസിന് ഇപ്പൊ ഇന്ന് ഉണ്ടാക്കിയേക്കണ കറിയില് ഏറ്റവും ഫേവറേറ്റ് ഏതാ? അവിയലാണോ ഫേവറേറ്റ്? പുളിയിഞ്ചി ഇഷ്ടല്ലേ? നമുക്ക് പാലട പായസവും സേമിയ പായസവും ഉണ്ടാക്കിയിട്ട് റെഡി ആവാൻ പോവാട്ടോ. അപ്പം നമുക്ക് വേഗം ഒന്ന് പായസം കൂടി റെഡിയാക്കാം. പായസം കൂടി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഓരോ വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് പുളിയിഞ്ചി. ആൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പുളിയിഞ്ചി നോക്കുന്നുണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കി മിക്കവാറും ഒന്ന് പുളിയിഞ്ചി തീർക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് ആൾക്ക് പുളിയിഞ്ചി. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളിയിഞ്ചി. ഇടയ്ക്ക് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വേഗം സെറ്റ് ചെയ്ത് വെക്കണം. സാധാരണ എല്ലാ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും വീട്ടിൽ ഇടാൻ വേണ്ടി വാങ്ങിക്കുന്ന കോടി ഇട്ടിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കാറ്. പക്ഷേ ഇത്തവണ നമ്മൾ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വേഗം തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒരുങ്ങി സെറ്റ് മുണ്ടൊക്കെ കൊടുക്കണം. ഒരു സന്തോഷമല്ലേ. പിന്നെ അച്ചൂസിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അച്ചൂസിനും ഇലയിട്ട് സദ്യ കൊടുക്കണം. ഇപ്പോൾ അതൊക്കെയല്ലേ ട്രെൻഡ്. ഇത്തവണ അപ്പൂസ് എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് അവൻ സഹായിച്ചു കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാം എടുത്ത് വെക്കാനാണെങ്കിലും അരിയാനാണെങ്കിലും എല്ലാത്തിനും അവൻ ഹെൽപ്പ് ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷമാണെങ്കിലും അവൻ എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കാനാണെങ്കിലും അടിച്ചു വാരാനാണെങ്കിലും ഒക്കെ എല്ലാത്തിനും അവൻ ഓടി നടന്ന് ഹെൽപ്പ് ചെയ്തു. ഇത്തവണ അനിയൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആൾ. ഭയങ്കര സന്തോഷത്തിലുമായിരുന്നു ഇത്തവണ. അങ്ങനെ വാഴയിലയും നമ്മുടെ വിഭവങ്ങളും എല്ലാം എടുത്തു വെച്ച് സെറ്റായി. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് അവനാകെ ഒരു അന്താളിപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചേട്ടനും അച്ഛനും കൂടിയിട്ട് ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് ഫുഡൊക്കെ വിളമ്പി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇലയിട്ടിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ ഈ ഒരു ദിവസത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് അച്ചൂസായിരുന്നു. ഇലയൊക്കെ ഇട്ട് ആശാന അത്യാവശ്യം ചെറിയ ചെറിയ കറികളൊക്കെ വിളമ്പി പപ്പടമൊക്കെ കൊടുത്തു. ആൾക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം പൊടിച്ച് കൂട്ടി ആദ്യമായിട്ടാണ് ഇത്രയും ഫുഡിൻ്റെ മുന്നിൽ അവനെ ഒറ്റയ്ക്ക് ഇരുത്തുന്നത്. അത് കണ്ടപ്പം ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ചേട്ടന് വാരി കൊടുക്കുന്നു, ഞങ്ങൾക്കൊക്കെ വാരി തരുന്നു.
ആളതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഞെക്കി കുഴച്ച് ആകെ ഒരു പരുവമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഇത്തവണ അവൻ്റെ ഓണമല്ലേ, അവൻ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളും അതൊക്കെ ആസ്വദിച്ചു. ഇതൊക്കെ ഒരു ഓർമ്മയായിട്ടല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം ഭയങ്കര ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷമാണ്, ഇരട്ടി മധുരമാണ്. അപ്പൂസിനാണെങ്കിലും അച്ചൂസിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആൾ. ഇലയൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് ചേട്ടന് ഞങ്ങൾ ചോറൊക്കെ വെച്ച് കൊടുത്തു. ചേട്ടനും അനിയനും അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഫുള്ള് വാരി വലിച്ച് കളയുകയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം. മാമൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വിരുന്നുണ്ടെന്ന്, അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. വിരുന്നെന്ന് പറഞ്ഞാൽ ഓണം വിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പോയത് പെരുമ്പളം ഭാഗത്തേക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആ വഴി പാലത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. പെരുമ്പളം പാലം പണിതിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.